ഹായ് നമസ്കാരം. നമ്മുടെ കോഴിക്കോട് കുതിരവട്ടം വഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഈ പോസ്റ്റർ കണ്ടത്. ഒരുപാട് നൊസ്റ്റാൾജിയ തോന്നിയൊരു പോസ്റ്ററാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്നത്. 1993 ഫാസിൽ സാറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമയുടെ പോസ്റ്റർ ആ കാലഘട്ടത്തിൽ ഒരുപാട് ചുമരിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജി അടിച്ചു. എന്താ പറയാ, ഒരു ടൈം മെഷീനിൽ പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോലത്തെ ഒരവസ്ഥ. നമ്മുടെ തിലകൻ ചേട്ടനൊക്കെ ഒരിക്കൽ കൂടെ ഇങ്ങനെ പോസ്റ്ററിൽ കാണാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ്. കാരണം ഹൊററിന്റെ ഒരു എക്സ്ട്രീം അവസ്ഥ മലയാളികളെ പഠിപ്പിച്ച ഒരു സിനിമ കൂടെയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രതിഭകൾ ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെയൊക്കെ കുട്ടിക്കാലത്താണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്. അന്നൊക്കെ ഈ ഒരു സിനിമ കണ്ടിട്ട് നമ്മള് രാത്രിയൊക്കെ പുറത്തു പോവുക അല്ലെങ്കിൽ പീഡിയ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും വലിയ പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പോ അത്രയധികം പേടിപ്പിച്ചൊരു സിനിമയാണ്. എന്തായാലും ഇത് പുതുമകളോടുകൂടെ ഈ കാലഘട്ടത്തിൽ വീണ്ടും പുറത്തിറങ്ങാൻ പോവുകയാണ്. കാര്യം, ഈ സിനിമ ഞാൻ കാണുന്നത് എന്റെ നാട്ടിലെ പന്തിരങ്കാവ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു സി ക്ലാസ് തിയേറ്റർ. അന്നൊക്കെ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് അങ്ങനെ 3 ക്ലാസ്സിലായിട്ട് സിനിമകൾ ഇറങ്ങും. ഈ എ ക്ലാസും ബി ക്ലാസും കഴിഞ്ഞിട്ട് ഒരു സിനിമ സി ക്ലാസ് തിയേറ്ററിൽ എത്തണമെങ്കിൽ ഒരുപാട് മാസങ്ങൾ എടുക്കും. പക്ഷെ ഈ സിനിമ മാസങ്ങൾക്ക് ശേഷം എന്റെ നാട്ടിലെ സി ക്ലാസ് തിയേറ്ററിലും ഹൗസ്ഫുൾ ആയിട്ട് ഓടി, ആഴ്ചകളോളം ഓടി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ ഇതിന്റെ സൗണ്ട് ക്ലാരിറ്റിയും വിഷ്വൽ ക്ലാരിറ്റിയും ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സിനിമ വീണ്ടും ഒരിക്കൽ കൂടെ ഇറങ്ങുകയാണ്. ഇപ്പൊ ഓഗസ്റ്റ് 17 റിലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പോസ്റ്റർ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞാനും വെയിറ്റ് ചെയ്യാണ്. പുതിയ കാലഘട്ടത്തിൽ പുതിയ രീതിയിൽ നമ്മുടെ മണിച്ചിത്രത്താഴ് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ സിനിമ കണ്ടതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്കും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിൽ രേഖപ്പെടുത്താം. ഓക്കെ. யாரது?